ഞാനും ഗോപാലിനും മോളിക്കുട്ടിയും കൂടി ഡിസ്ചാർജ് കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആശുപത്രി വിട്ടാ നമ്മൾ നേരെ വീട്ടിലേക്കാ പോകുന്നേ, ഗോപാലിന്റെ വീട്ടിലേക്ക്. അതെങ്ങനെ പറ്റുക? അങ്ങനെ നമുക്ക് പോണെങ്കിൽ എല്ലാരോടും എല്ലാം നമുക്ക് തുറന്ന് പറയേണ്ടി വരില്ലേ? ഇതുവരെ ചെയ്തതൊക്കെ അതോടുകൂടി അവസാനിക്കില്ലേ അമ്മേ? അവസാനിക്കട്ടെ, എല്ലാ സത്യങ്ങളും വെളിവാകട്ടെ. എന്നിട്ട് ആൾമാറാട്ടമാണെന്ന് നവീനും കളരിക്കലും ഉള്ളവരൊക്കെ അറിയട്ടെ. എന്നിട്ട് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തില് ഗാഥയെ അവിടുന്ന് ആട്ടി ഓടിക്കണം. എന്നിട്ട് ആ നാണക്കേട് സഹിക്കാൻ കഴിയാതെ അമ്മയും മോളും എങ്ങോട്ടാണെന്ന് വെച്ചാ പൊക്കോട്ടെ. അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? മുമ്പ് ഞാനിതൊക്കെ സഹിച്ചിരുന്നത് അവരുടെ അടുത്തുനിന്ന് വാങ്ങിയ പണത്തിന്റെ പേരിൽ മാത്രമായിരുന്നു. ഇപ്പോ അങ്ങനെയല്ലല്ലോ. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാ അത് എന്റെ മനസ്സിനെ കൂടി ബാധിക്കുന്ന കാര്യല്ലേ? എന്റെ അനിയത്തിയല്ലേ അവള്? അനിയത്തി? ദേ, ഇനി ആ വാക്ക് മിണ്ടി പോവരുത് എന്റെ മുന്നില്. അനിയത്തി ആയതുകൊണ്ടാ നിന്നെ കൊല്ലാൻ നോക്കിയത്. കൊല്ലാൻ നോക്കിന്നോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടേ നീ നിന്റെ ഗോപാലമാമനോടൊന്ന് ചോദിച്ചു നോക്ക്, നിന്നെ ആരാ കാറെടുപ്പിച്ചെന്ന്. അത് ചെയ്തത് ഗാഥയാ. നിന്നെ കൊല്ലാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതാ. അമ്മേ! അതെ മോളെ, ആശുപത്രി കിടക്കേന്ന് എഴുന്നേറ്റതിന് ശേഷം ചിലത് സംസാരിക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞില്ലേ? മോളിക്കുട്ടി പറഞ്ഞില്ലേ? അതേ കാര്യ. എനിക്ക് നിന്റെ ജീവനാ പ്രധാനം. അതിന്റെ മുന്നിൽ ഗാഥയോ സിത്താരയോ നവീന്റെ കുടുംബമോ ഒന്നും എനിക്ക് പ്രശ്നമല്ലേ. ഇനി ഒരു പരീക്ഷണത്തിനും അമ്മയ്ക്ക് നിന്നെ വിട്ടുകൊടുക്കാനും വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോകാം. ഇനിയും നിന്റെ ജീവിതം ആർക്കു വേണ്ടിയും പാഴാക്കരുത് മോളെ. നമുക്ക് ജീവിക്കണം, ജീവിച്ചേ പറ്റൂ.